അപ്പോൾ ഗൈസ് അപ്പോൾ ഇവരിത് ആഗസ്റ്റ് 15-ന് അവിടെ കൊടിയുയർത്തുന്നതിന് പോവാണ്. കവറൊക്കെ പിടിച്ചിട്ടാണ് പോണത്. ഇതേ കയ്യിൽ കവറൊക്കെ ഉണ്ട്. കവറിൽ വരുമ്പോൾ വല്ലതും ഉണ്ടാവോ ഇല്ലയെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ പോയിട്ട് വരട്ടെ. രണ്ടാളും പോകുന്നുണ്ട്. ഉണ്ണി ഇതേ പോവാൻ റെഡി ആയിട്ട് നിൽക്കണം. വേഗം വാമാനെ അശോ. ചേട്ടൻ പോകണമെന്നോ ചേട്ടനും ചേച്ചിയും പോകണമെന്ന് നോക്കിയിട്ട് ടുട്ടു നിൽക്കുന്നുണ്ട്. ടുട്ടുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരെ ഒപ്പം ചിലപ്പോൾ ഓടി പോവും. അത് പറയാൻ പറ്റില്ല. അവർ റെഡിയായിട്ട് നിൽക്കണവരെ അങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കും. അവർ പോകുമ്പോൾ ഒപ്പം പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ നന്ദു ചേട്ടൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഉണ്ണീനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ കേസ് ഉണ്ണിയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് പോവാണിപ്പോൾ. ഉണ്ണി ഇറങ്ങിയിട്ടുണ്ട്. നോക്കി പോട്ടാ ഗൈസ്. അവർ രണ്ടാളും ഇറങ്ങാണ്. ഇപ്പോൾ സമയം 7:50 അപ്പോൾ ഇറങ്ങാണ്. രണ്ടാളും പോയിട്ടുണ്ട്. ഇപ്പോൾ ടുട്ടുമണി എന്താ ചെയ്യേണ്ടത് ആലോചിച്ചിട്ടാണ് ടുട്ടുമണി നിൽക്കുന്നത്. പക്ഷേ അവർ പോയല്ലോ. അപ്പോൾ എന്നിട്ടുണ്ടായി എന്ന് വിചാരിച്ചാണ് ടുട്ടുമണി നിൽക്കണത്. ഇനിയിപ്പോൾ അവർ വരുന്നവരെ ടുട്ടു ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ വിചാരിച്ചിട്ട് അവരെ കൂടെ ഒപ്പം പോകുന്നു വിചാരിച്ച് നോക്കുമ്പോൾ പോയില്ല ഭാഗ്യത്തിന്. അപ്പോൾ ടുട്ടുവാ അവർ ചേട്ടനും ചേച്ചി പോയി വരട്ടാ. അപ്പോൾ ഗൈസ് ഇനി അവർ വരുമ്പോൾ നമുക്ക് നോക്കാം. എവിടെയായിരുന്നു അത്ര നേരം? സമയം എത്ര? 7:45 പോയിട്ട് 10:30 കഴിഞ്ഞു. ആരാ ഫ്രണ്ടാ? വായടാ കേറ്. അവനവൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അവനവൻ്റെ കൂട്ടുകാരൻ്റെ അവിടേക്കൊക്കെ പോയി തോന്നുന്നുണ്ട്. അവനെയും കൂട്ടി വന്നിട്ടുണ്ട്. വായ വായ ഒന്നും ചെയ്യില്ല. വാ കയറി. അയ്യോ വന്നിട്ടില്ലേ? എന്ത് ടുട്ടുക? ടുട്ടു എന്താ അച്ഛൻ്റെ മടിയിൽ ഓടി വന്നിരുന്നേ? അവിടെ ആഗസ്റ്റ് 15-ന്റെ പടക്കം പൊട്ടിയപ്പോ ഇവിടെ എന്തിനാ പേടിച്ച് ഓടി വന്നിരിക്കണത്? ടുട്ടുവിന് പേടിയാ? ടുട്ടുവിന് പടക്കം പൊട്ടിക്കണ പേടിയാ? അയ്യോ പടക്കം പൊട്ടിയപ്പോഴേ പേടിച്ചു. അച്ഛൻ്റെ ഓടി വന്നിട്ട് പിന്നെ അച്ഛനെ കൂടി വിളിച്ചിട്ട് പോവാ. വായച്ച വായോ അച്ഛ വായോ. അപ്പൊ നോക്കുന്നുണ്ട്. അപ്പൊ അതെ നമ്മുടെ ആഗസ്റ്റ് 15-ന്റെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിട്ടൊക്കെ നോക്കാം. രാവിലെ 7:45 പോയിട്ട് വന്നത് 10:30 കേട്ടോ. അപ്പോൾ അതെ ഇപ്പോൾ 11 മണിയായി. 11 മണി 10:30 എത്തിയിട്ടാണ് അവൻ. അപ്പോൾ നോക്കി നോക്കാം. തുറക്കട്ടെ നന്ദു. അതെന്തിട്ടാ? മാങ്ങാമാല. ഇത് ഒരു മാല കേട്ടോ. മാല, ഒരു മാല, രണ്ട് മാല കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്ലാഗ്, ഒരു ജിലേബി, ഒരു പൂവ്. എൻ്റെ പൊന്നെ. അപ്പൊ ഗൈസ് കുറെ ലഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാ സച്ചുമോള ഒരു പ്ലേറ്റ് ഞങ്ങൾക്ക് അപ്പൊ കുറെ ലഡു കിട്ടിയിട്ടുണ്ട് ഗൈസ്. മിഠായി അപ്പൊ ഇത്രയും ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ജിലേബി. അപ്പൊ എന്താ ഒരു ജിലേബി പുണ്ണി കിട്ടില്ലേ? ജിലേബി അയ്യോ. അപ്പൊ അതിനെടുത്ത് കൊടുക്കണ്ട. അത് അതിലിട്. അപ്പൊ അതിനെടുത്ത് കൊടുക്കണ്ടേ? അയ്യോ അത് ടുട്ടുന വിചാരിച്ചപ്പോ ടുട്ടു കഴിക്കും. ടുട്ടു അമ്മേടെ അടുത്തേക്ക് വന്ന് അമ്മ തരാം ലഡു തരാം. ടുട്ടു അമ്മേടെ അടുത്ത്
ടുട്ടു അമ്മേടെ അടുത്തേക്ക് വന്ന അമ്മ ലഡു തരാം അതെ കണ്ട മറുപടി അമ്മേടെ അടുത്തേക്ക് വന്ന ലഡു തരാന്ന് പറഞ്ഞപ്പോ അമ്മേടെ അടുത്തേക്ക് വാ ടുട്ടു അമ്മേടെ അടുത്തേക്ക് വന്ന അമ്മ ലഡു തരാം വാ അത് റെഡി ആയിട്ടാവും വന്നു അയ്യോ അത് നീ ഇവിടെ ഇരിക്കും ടുട്ടു ഇവിടെ ഇരിക്കും പിടിക്കാൻ പറഞ്ഞിരിക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓഗസ്റ്റ് 15 ഞാന് ഒരു കുട്ടിയുടെ കൂടെ പോയപ്പോ അവൻ പകുതി പകുതി അവന്റെ ഫ്രണ്ട് അവന്റെ പേരെന്നിട്ട് അഖില എന്നിട്ട് പേര് അദ്വൈത് കൊടുത്തതാണ് അപ്പോൾ അവൻ കൊടുത്തതാണ് മിഠായി ഒരു മിഠായി അവന് കിട്ടിയപ്പോൾ പകുതി ഇവർക്ക് കൊടുത്തു പകുതി അവനും കഴിച്ചു പാവം അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം മിഠായി അപ്പോൾ ലഡു ഇത്രയും ലഡു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മാലയും ഫ്ലാഗും ഒക്കെ ആയിട്ട് അപ്പോൾ അവൻ മഞ്ച് ഷെയർ ചെയ്യാണ് അപ്പോൾ അങ്ങനെയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളി ഓഗസ്റ്റ് 15 എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം നല്ലത് അപ്പോൾ അങ്ങനെ ഇന്ന് ഓഗസ്റ്റ് 15 നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആയിരിക്കട്ടെ എല്ലാവരെയും അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ഹാപ്പി സ്വാതന്ത്ര്യദിനം പറഞ്ഞു ഹാപ്പി പറയേ സന്തോഷം നേരുന്ന സ്വാതന്ത്ര്യദിനം. അപ്പോൾ ടുട്ടൂനും മിഠായി കൊടുക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് കൊടുക്കും